ഞങ്ങളിന്ന് എവിടാ വന്നിരിക്കുന്ന ആമക്കുട്ടി? ആണോ? ഗുഡ് മോർണിംഗ്. അമ്മ ഇന്ന് നമുക്ക് ട്രിപ്പ് പോവാം. ആണോ? ഓക്കേ, പിന്നെ നമുക്ക് റെഡി ആയിട്ട് കാണാം. ബൈ. ഞങ്ങളിപ്പോൾ ഉള്ളത് ചേട്ടൻ്റെ വീട്ടിലാണ്. ഞങ്ങൾ ഇന്നലെ നൈറ്റാണ് ഇവിടെ എത്തിച്ചേർന്നത്. രാവിലെ ആയപ്പോൾ തന്നെ നകുലിൻ്റെ ഫ്രണ്ടൊക്കെ വന്നു. ഞങ്ങളിങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. ആമിയാണെ ഫ്രണ്ടിനെയൊക്കെ പരിചയപ്പെട്ടു. അതിനുശേഷം ആമിക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞു. ഫുഡ് ഞാൻ കുടിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞു. നകുൽ തന്നെ വാരിത്തരണമെന്ന് പറഞ്ഞു. അങ്ങനെ നകുൽ ഇങ്ങനെ വാരി കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് ആമിക്ക് ഫുഡ്. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിച്ച് ചിരിച്ച് രസിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. ആമി ഇങ്ങനെ ഓരോ സ്റ്റോറീസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നകുലിന് അത് അങ്ങനെയാണ് ചേട്ടാ, ഇങ്ങനെയാണ് ചേട്ടാ, ഇങ്ങനെ കുറേ സ്റ്റോറീസൊക്കെ പറയുവാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനിയും ഇത് കഴിഞ്ഞിട്ട് വേണം പോയി ഒന്ന് കുളിച്ച് റെഡിയാവും. അങ്ങനെ ഞങ്ങൾ കുളിച്ച് റെഡിയായി വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചേട്ടനെ കൂടി കൊണ്ടുവരാൻ പോവാ. അങ്ങനെ എല്ലാവരും പോകാനായിട്ട് റെഡിയായി. ഞങ്ങൾ ആദ്യം തന്നെ നകുലിൻ്റെ സ്കൂളിലേക്കാണ് പോയത്. അവൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അങ്ങോട്ടാണ് പോയത്. അവിടെ വെച്ച് ചേട്ടൻ ഒരു ഫ്രണ്ടിനെ കണ്ടായിരുന്നു. ഒരു ക്ലോസ് ഫ്രണ്ടാണ് ചേട്ടൻ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ കണ്ടതാണ്. അപ്പോൾ ആളോട് കുറേ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ സംസാരിച്ചു. ആമിയാണെങ്കിൽ പേടിച്ച് വിറച്ചിരിക്കുക. ആമി ഫസ്റ്റ് ടൈം കാണുമല്ലേ. അപ്പോൾ ആമി ഇങ്ങനെ പേടിച്ച് വിറച്ച് മിണ്ടാനൊക്കെ മടിച്ച് നിൽക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് പോയത്. അമ്പലത്തിലേക്ക് പട്ട് വാങ്ങിക്കണമായിരുന്നു. അതിൻ്റെ ആവശ്യത്തിലേക്ക് പട്ടൊക്കെ വാങ്ങിച്ചതിന് ശേഷം അമ്പലത്തിൽ പോയി, കുടുംബാമ്പലത്തിൽ പോയി തൊഴുത് എടുത്ത് അവിടെ കുറച്ച് നേർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തൊഴുത് കഴിഞ്ഞ് അതിനുശേഷം ഞങ്ങൾ നേരെ പാലസിലേക്കാണ് വിട്ടത്. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്ക് ലഞ്ച് ടൈം ആയിരുന്നു. അവിടെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ കുറേ ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ അവിടെ നേരെ കുറേ ഷോപ്പുകളുണ്ടായിരുന്നു. ഞങ്ങളവിടെ എല്ലാം ഇങ്ങനെ ആണെങ്കിൽ കുറേ നേരം കറങ്ങി അടിച്ച് നടന്നു. സാധനങ്ങളൊന്നും അവിടുന്ന് പർച്ചേസ് ചെയ്തില്ല. എല്ലാം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം പാലസിനുള്ളിലേക്ക് കയറി. ഫസ്റ്റ് തന്നെ നമ്മുടെ ചെപ്പൽസ് എല്ലാം ആണെങ്കിൽ ഒരു ക്ലോക്ക് റൂം പോലുണ്ട്. അവിടെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അവിടെ 10-20 രൂപ എന്തോ കൊടുക്കണം. അവിടെ നമ്മുടെ ചെരുപ്പുകളെല്ലാം സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മളാണെങ്കിൽ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോയത്. ടിക്കറ്റ് എടുക്കണം. ഉള്ളിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ടിക്കറ്റ് എടുക്കാനായിട്ട്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറി. ഫോട്ടോസ് മാത്രമേ അലൗഡ് ഉള്ളായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ ഒരുപാട് ചുറ്റി കാണാനുണ്ടായിരുന്നു അകത്ത്. നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറേ നടന്ന് ആകെ ഫുള്ളി ടയേർഡായി. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. ഫോട്ടോസ് മാത്രമേ അലൗഡ് ഉള്ളായിരുന്നു. വീഡിയോ അഥവാ എടുക്കുകയാണെങ്കിൽ അവർ കണ്ടു കഴിഞ്ഞാൽ പനിഷബിളാണ്. എന്തോ 10,000 രൂപ എന്തോ ആകുമെന്നാണ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോസ് മാത്രമാണ് എടുത്തത്. അതിനുശേഷം വീട്ടിൽ വന്ന് പെട്ടെന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ ചേട്ടൻ്റെ കസിൻ്റെ വീട്ടിൽ പോയി. അപ്പം ഇത് കസിൻ്റെ വീടാണ്. അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി അവരെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ ഒരു ആടുണ്ടായിരുന്നു. ചേട്ടനാണെങ്കിൽ ആടിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം പിന്നെ ഞാൻ നേരെ വന്ന് കിച്ചണിലേക്ക് കയറി. അവിടെ ഫുഡെല്ലാം ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങളാണെങ്കിൽ കുറച്ച് ടൈം ഫുഡ് റെഡി ആവാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചേട്ടൻ്റെ അവിടെ അടുത്ത് തന്നെ ചേട്ടൻ്റെ വേറൊരു കസിൻ്റെ വീടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകുമായിരുന്നു. അത് ഒത്തിരി നടക്കാനുണ്ടായിരുന്നു. കുറച്ച് ഊടുവഴി കൂടെ ഒക്കെ നടന്നു പോകാം. വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളായിരുന്നു. ആമിയാണ് അവിടെ ചെന്ന് പൂച്ചക്കുട്ടിയെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ പിന്നെ അവിടെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ ഫുഡെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഞങ്ങൾ ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങുവാണ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് നൈറ്റ് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ബൈ പറഞ്ഞ് ഇറങ്ങി. പോയപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായി. ആമിയാണെങ്കിൽ അവിടെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു പൂച്ചയും പട്ടീനെയും എല്ലാം കണ്ടതിന് ശേഷം. പിന്നെ അവിടെ ബൈ പറഞ്ഞു. എല്ലാവർക്കും ബൈ ഒക്കെ പറഞ്ഞു. ഫ്ലൈങ് കിസ് ഒക്കെ കൊടുത്ത് ആമി ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു ഇനിയും കുളിച്ച് ഫ്രഷായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വൈകിട്ടത്തെ ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പോൾ വൈകിട്ട് നകുൽ തന്നെ വാരി തന്നാൽ മതി എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പം നകുൽ ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ വാരി കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. പറഞ്ഞോ മതിയാ
ഓ എനർജി കഴിച്ചില്ല, ഫുള്ള് കഴിച്ചല്ലോ. വെരി ഗുഡ് ആമി, വെരി ഗുഡ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ നകുല് തന്നെയാണ് ഇട്ട് കൊടുത്തത്. ഞങ്ങളാരും ഇടാനായിട്ട് അവൾ സമ്മതിക്കുന്നതേ ഇല്ല. നകുൽ ചേട്ടൻ. ഓ ഇന്നത്തെ ക്യാരിങ് മൊത്തം നകുൽ ഏറ്റെടുത്തിരിക്കും അല്ലേ? ചാപ്പാട് കൊടുപ്പ്, ഫുഡ് കൊടുപ്പ്, കുളിപ്പീര്, തുടപ്പ്, പാമ്പരട്, ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം ഇന്ന് നകുല. അതെ, എന്നാലെ തള്ളിയിട്ടല്ലോ ആ കുഞ്ഞിനെ. കഴുകിയതാമി രാത്രിയല്ലേ അമ്മീ, നമുക്ക് കാറി പോവല്ലയോ? പെട്ടെന്നാവട്ടെ, ഇട് നമ്മുടെ സമയം പോകുന്നു. കളത്തുകൾ നെരിച്ച് വെക്കാം നമുക്ക്, തള്ളിപ്പോട്ട പോലെ. അടിപൊളി അടിപൊളി, കൈയിട്ടാ. ഓ അപ്പുറത്തേക്കും കൂടെ എൻ്റെ കൈ എവിടെയാടാ? വന്നോ? അവളും ഉണ്ട്. അടുത്ത തലയും അടിച്ചു കൊടുത്താൽ നകുലക്ക് മൊത്തം ഉണ്ടെങ്കിൽ ആമിക്ക് മൊത്തം ഉണ്ടെങ്കിൽ ഡാമേജ് താ. തലമണ്ടയും ഡാമേജ്, ഉരുട്ടിയിട്ട് അവളെ തലയും മുട്ടിച്ച്. അങ്ങനെ മേക്കപ്പ് സെക്ഷനും നകുൽ ഏറ്റെടുത്തിരിക്കുകയാണ്. കണ്ണൊക്കെ വരച്ച് പൊട്ടൊക്കെ തൊട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ആമിയെ ഭയങ്കര സുന്ദരിയാക്കുകയാണ് നകുൽ. പൊട്ടും അതിൽ ഒരു പൊട്ട് മൈമക്ക നടുല കണ്ണടച്ച് വെക്കാമേ. ഓക്കെ, വെരി ഗുഡ്. ഇല്ല വരയ്ക്കുന്നില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് വരയ്ക്കരുത്. ഈ വരപ്പൊക്കെ ശരിയാ. ഇനി കുഞ്ഞിപ്പോൾ പോകുന്ന സമയത്ത് കിടന്ന് കരയുന്ന ഒരു പരിപാടി അങ്ങ് പാടില്ല. അടിപൊളിയാണല്ലോ. ഇങ്ങേന്ന് അങ്ങോട്ട് വരാം. ആമി കൊള്ളാലോ ആമി, ഞങ്ങൾ വരയ്ക്കുന്ന മാത്രം വേണ്ട. ചേട്ടൻ വരച്ചാൽ ഓക്കെ ആണോ? അങ്ങോട്ട് താഴോട്ട് വരാം. കൊഞ്ഞോടെ നീട്ടി വിടാതെ, അതിന് നല്ലായിരിക്കും, സൂപ്പറായിരിക്കും മക്ക. ഇങ്ങേന്ന് അങ്ങോട്ട് പോട്ട്, ഇങ്ങേന്ന് കൊഞ്ഞോടെ നീട്ടി വിട്. ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമൊന്നും ഇല്ല ആമി കുഞ്ഞെ. ചെറുതായിട്ട് താഴെയും കൂടെ ഒന്ന് വെച്ചേ. എന്നാൽ മതി. ഇവിടെ വെച്ചോ. ഓക്കെ, സുന്ദരി കുട്ടിയായി. ഇപ്പം നോക്കട്ടെ, മുഖം നോക്കട്ടെ. സുന്ദരിയായി നോക്കട്ടെ. സുന്ദരിയായല്ലോ. ആരാ വരച്ചെന്നേ? ശരി. കൊടുക്ക എല്ലാവർക്കും. ബൈ ബൈ പറ. ഇന്ന് നമ്മുടെ വീട്ടിൽ പോവാ. ഒരു ടാറ്റ നകുലേറിന് ടാറ്റ പറഞ്ഞേ. പിന്നെ വരാന്ന് പറ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.